ആഗ്രഹം ഉടനെ ഉണ്ടായതല്ല. കുറെ കാലമായി ഇങ്ങനെ എൻ്റെ മനസ്സിൽ ഇങ്ങനൊരു കഥ ഇങ്ങനെ തളം കെട്ടി നിന്ന ഒന്നാണ്. പക്ഷെ അത് എഴുതാനുള്ള സമയം കിട്ടുന്നില്ല എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ പ്രശ്നം. ഇടയ്ക്കൊരു കഥയാക്കി അത് ചുരുക്കാമെന്ന് കരുതി, പക്ഷെ കഥയിൽ അത് നിൽക്കുന്നില്ലാത്തത് കൊണ്ടാണ് നോവലായി മാറ്റാമെന്ന് കരുതി. എഴുതിയപ്പോൾ അത് വളരെ വലിയൊരു നോവലായി പോയി. അപ്പം അങ്ങനെ, കാരണം നമ്മുടെ ജീവിതത്തിൽ കണ്ടുമുട്ടുന്ന വ്യക്തികൾ, സംഭവങ്ങൾ, നമുക്ക് എൻകൗണ്ടർ ചെയ്യേണ്ടി വരുന്ന സാഹചര്യങ്ങൾ, അതോടൊപ്പം തന്നെ അനുഭവങ്ങൾ, സ്നേഹം, അത് സംഘർഷങ്ങൾ, മാനസികമായ അസ്വസ്ഥതകൾ, ഇതെല്ലാം ഓരോ വ്യക്തിയും അനുഭവിക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ്. അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഏറ്റക്കുറച്ചിലുണ്ടാകും. പക്ഷെ എല്ലാവരും എത്ര വലിയ ആളാണെങ്കിലും അവരുടെ ജീവിതത്തിൽ ഇത്തരം സംഭവങ്ങളെ നേരിടേണ്ടി വരും. അങ്ങനെ നേരിടേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന സംഭവങ്ങളെ ചേർത്ത് വെച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു നോവൽ എഴുതണമെന്നുള്ള ആഗ്രഹം ഉണ്ടായത്. ഇതാണ് എൻ്റെ സുഹൃത്തുക്കളായ ധാരാളം പേരോട് ഞാൻ സംസാരിച്ചു. ശ്രീ തമ്പിയോട് ഞാൻ സംസാരിച്ചു, ശ്രീമതി ബെറ്റിമോളോട് സംസാരിച്ചു. ഇതിൻ്റെ പേരിടുന്നതിന് ശ്രീ പന്ത്രസുധാകരൻ ഞാനും തമ്മിൽ വളരെയേറെ മണിക്കൂറുകൾ ചർച്ച ചെയ്തു. അങ്ങനെ ഒത്തിരി ആളുകളുമായിട്ട് ഞാൻ ഇതിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടി സംസാരിച്ചിട്ടുണ്ട്. കാരണം ആദ്യമായി നമ്മൾ ഒരു കാര്യം എഴുതുമ്പോൾ അതിനൊരു പെർഫെക്ഷൻ ഉണ്ടാകും. കാരണം ഇത് വിമർശനത്തിനും അഭിനന്ദനത്തിനും ഒക്കെ വിധേയമാകുന്ന ഒരു കാര്യമാണ്. ഇപ്പോഴും ഇതൊരു പൂർണ്ണ നോവലാണ് എന്നുള്ള വിശ്വാസമൊന്നും എനിക്കില്ല. കാരണം ഞാൻ വായിച്ചിട്ടുള്ള നോവലുകളുടെ അനുഭവങ്ങൾ വെച്ച് ഇത് പൂർണ്ണമായ നോവലാണ് എന്നുള്ള വിശ്വാസവും എനിക്കില്ല. അത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. തീർച്ചയായും ഇത് എഴുതി വരുമ്പോൾ അത് നമുക്ക് വീണ്ടും വീണ്ടും നമ്മുടെ മനസ്സിലൂടെ കടന്നു വരുന്ന വികാരങ്ങൾ അടയാളപ്പെടുത്തേണ്ടി വരുന്നു എന്നതാണ് നോവൽ വലുതായി പോകാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം. ഇവിടെ ശ്രീ